أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആധിപത്യത്തിനുള്ള അടയാളം ആ താബൂത്ത് നിങ്ങൾക്ക് വന്നു കിട്ടുകയാകുന്നു. അതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മനസ്സമാധാനവും മൂസായുടെ കുടുംബവും ഹാറൂന്റെ കുടുംബവും വിട്ടേച്ചു പോയവയുടെ ശേഷിപ്പുകളുമുണ്ട്. മലക്കുകളായിരിക്കും അത് ചുമന്നുകൊണ്ടുവരിക. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കതിൽ മഹത്തായൊരു ദൃഷ്ടാന്തമുണ്ട്. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. പിന്നീട് താലൂത്ത് സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു നിങ്ങളെ ഒരു നദി മുഖേന പരീക്ഷിക്കുന്നതാണ്. തന്മൂലം ആരെങ്കിലും അതിൽ നിന്ന് യഥേഷ്ടം വെള്ളം കുടിക്കുകയാണെങ്കിൽ അവൻ ഞാനുമായി ബന്ധമുള്ളവനല്ല. അത് രുചിക്കാതിരിക്കുന്നവനാകട്ടെ തീർച്ചയായും ഞാനുമായി ബന്ധമുള്ളവനാകുന്നു. എന്നാൽ തന്റെ കൈകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം കോരിയെടുത്തവൻ അതിലുൾപ്പെടുകയില്ല. എന്നിട്ട് അവരിൽ ചുരുക്കം പേരൊഴികെ മറ്റെല്ലാവരും അതിൽ നിന്ന് യഥേഷ്ടം കുടിക്കുകയത്രേ ചെയ്തത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സത്യവിശ്വാസികളും നദി കടന്നപ്പോൾ അവരിലെ ബലഹീന വിശ്വാസികൾ പറഞ്ഞു, ഇന്നേ ദിവസം ജാലൂത്തിനെയും അവന്റെ സൈന്യത്തെയും നേരിടുവാൻ ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. പക്ഷേ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവർ പറഞ്ഞു, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അല്ലാഹുവിന്റെ ആനുകൂല്യത്തോടെ വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിട്ടുള്ളത്. അല്ലാഹു സഹനശീലരുടെ കൂടെയാകുന്നു. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. എന്നിട്ടവർ ജാലൂത്തിന്റെയും അവന്റെ സൈന്യങ്ങളുടെയും നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ സഹനശക്തി ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അവിശ്വാസികൾക്കെതിരായി ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. അങ്ങനെ അല്ലാഹുവിന്റെ ഹിതപ്രകാരം സത്യവിശ്വാസികൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഓടിച്ചു. ജാലൂത്തിനെ ദാവൂദ് വധിക്കുകയും ചെയ്തു.
അദ്ദേഹത്തിന് അല്ലാഹു ആധിപത്യവും ധിഷണാശക്തിയും നൽകുകയും അവനുദ്ദേശിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയുമുണ്ടായി. അല്ലാഹു മനുഷ്യരെ, അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂതലം കുഴപ്പത്തിൽ ആപതിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു അഖില ലോകത്തിനും ഔദാര്യമേകുന്നവനത്രേ. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. ഇവയൊക്കെ അല്ലാഹുവിന്റെ അടയാളങ്ങളാകുന്നു. സത്യാധിഷ്ഠിതമായ നിലയിൽ നാം അത് നിനക്ക് വിവരിച്ചു തരുന്നു. നിശ്ചയമായും നീ ദൈവദൂതന്മാരിൽ ഉൾപ്പെട്ടവൻ തന്നെയാണ്.